ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മളിന്ന് എവിടെയെന്നറിയോ വന്നിരിക്കുന്നത്? ഇത് ശോഭ സിറ്റിയിലാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂരിലുള്ള ശോഭ സിറ്റിയിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഫുഡ് കോർട്ടിലൊരു ഷോപ്പുണ്ട്, വേഫിൾസ് ആൻഡ് ബോബ എന്നാണ് പേര്. അപ്പം നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഒരു അടിപൊളി ഷോപ്പാണ് കേട്ടോ. പക്ഷേ ഭയങ്കര വലിയ ഷോപ്പൊന്നുമല്ല, ചെറിയൊരു സ്റ്റോളാണ്. പക്ഷെ നല്ല വേഫിൾസും അതുപോലെ നല്ല അടിപൊളി ബോബയും നമുക്ക് അവിടെ കിട്ടും. അപ്പം നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഒന്ന് നമുക്ക് മുകളിലേക്ക് ഫുഡ് കോർട്ടിലേക്ക് ഒന്ന് കയറിയാലോ? അപ്പം നമ്മളിത് ശോഭ സിറ്റി മാളിൻ്റെ ഫുഡ് കോർട്ടിലെത്തി. അപ്പോൾ ഇതാണ് ഫുഡ് കോർട്ടിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ ഒരുപാട് ഫുഡിൻ്റെ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. സാധാരണ ഇപ്പോൾ ഏത് മാളിലുള്ള പോലെ തന്നെ ഒരുപാട് ഫുഡിൻ്റെ സ്റ്റോൾസ് ഉണ്ട്. അപ്പോൾ ഫുഡ് കോർട്ടിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു വേഫിൾസ് ആൻഡ് ബോബയുടെ ഷോപ്പ് ഉള്ളത്. അപ്പോൾ ഇതാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് വേഫിൾ ഷെഫ് എന്നാണ് ആ ഒരു ഷോപ്പിൻ്റെ പേര്. ഇവിടെ വേഫിൾസ്, പല വെറൈറ്റി വേഫിൾസും അതുപോലെ ബോബയും നമുക്കിവിടെ അവൈലബിൾ ആണ്. ബോബ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ബോബ ടീ, സ്ട്രോബെറി, മാംഗോ, അങ്ങനെ എല്ലാ ഫ്ലേവേഴ്സിനും ബോബ ടീ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം എന്തൊക്കെ വെറൈറ്റി വേഫിൾസും ബോബ ഉള്ളത് നമുക്കിവിടെ നോക്കാം. ഇത് കണ്ടോ, ബബിൾ വേഫേഴ്സ് ഉണ്ട്, അതുപോലെ ഫ്രഷ്ലി ബേക്ക്ഡ് ബെൽജിയം വേഫിൾസ് ഉണ്ട്, പിന്നെ അതുപോലെ വേഫിൾ കേക്ക്സ് ഉണ്ട്, ബബിൾ മിൽക്ക് ടീ എന്ന് പറഞ്ഞ് തന്നെ ഒരുപാട് വെറൈറ്റിയാണ് ഉള്ളത് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഓർഡർ ചെയ്തത് സ്ട്രോബെറിയുടെ ബബിൾ ടീ ആണ് ഓർഡർ ചെയ്തത്. അതാണ് ഈ ബോബ എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് റൗണ്ട് ആ ഒരു ബബിൾ പോലത്തെ അതാണ്. പിന്നെ ഇതുപോലെ വേഫേഴ്സ് ആണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ബെൽജിയം വേഫേഴ്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ ന്യൂട്ടല്ലയുടെ വേഫേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെയാണ് വാങ്ങിച്ചത് ഞങ്ങൾ കേട്ടോ. നല്ലതായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത് രണ്ടുമാണ് ഓർഡർ ചെയ്തത്. സ്ട്രോബെറിയുടെ ബബിൾ ടീയും ഓർഡർ ചെയ്തു, അതുപോലെ തന്നെ വേഫിൾസ് ഓർഡർ ചെയ്തത് റെഡ് വെൽവെറ്റിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഇവിടെ മെനുവിൽ ഒരുപാട് വെറൈറ്റി വേഫിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ബോബ, അതായത് നമ്മുടെ ബബിൾ ടീക്ക് 190 രൂപയും അതുപോലെ വേഫിൾസിന് 130 രൂപയുമാണ് ചാർജ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം, ഇത് ഉണ്ടാക്കണം, ജസ്റ്റ് ഒന്ന് കാണാനൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. ഇവിടെ വർക്ക് ചെയ്യുന്ന 2 സ്റ്റാഫിൽ ഒരാൾ നമുക്ക് വേഫിൾസ്, മറ്റേ നമുക്ക് ബോബ ടീം ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇതൊരു കണ്ടെയ്നറിലേക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, മിൽക്കും കൂടി സിറപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒഴിച്ചു. അതിൻ്റെ ഒപ്പം അതിനകത്തേക്ക് റെഡ് വെൽവെറ്റിൻ്റെ ഫുഡ് കളറാണ് ഒരു ഡ്രോപ്പ് ഒഴിക്കുന്നത്. ഇത് രണ്ടും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ഒരാൾ. അദ്ദേഹമാണ് നമുക്കിവിടെ വേഫിൾസ് ഉണ്ടാക്കുന്നത് കേട്ടോ. മറ്റേ കുട്ടിയും ചെയ്യുന്നത് നമ്മുടെ ബോബ ടീക്ക് വേണ്ടിയുള്ള സ്ട്രോബെറി ബോബ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ പാല്, ഐസ്ക്രീം ഒക്കെ മിക്സ് ചെയ്തു, പിന്നെ ബോബ ഇട്ടു, പിന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്തു, എന്തൊക്കെയാണെങ്കിൽ ഇതേ പെട്ടെന്ന് ബോബ ടീ റെഡിയായി കേട്ടോ. നമ്മുടെ സ്ട്രോബെറി ബോബ മിൽക്ക് റെഡിയായി കഴിഞ്ഞു. ഇതാണ് ബബിൾ ടീ എന്നാണ് അറിയപ്പെടുന്നത്, സ്ട്രോബെറി ബബിൾ ടീ. അതിലിട്ടേക്കുന്ന ബ്ലാക്ക് ആണ് നമ്മൾ ബോബ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഈ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ബോബ ടീക്ക്. പെട്ടെന്ന് കാര്യം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ മറ്റേ അദ്ദേഹം ഇവിടെ കണ്ടോ ഇതുപോലെ ആ ഒരു മിക്സ് ചെയ്യണം. ആ ഒരു കളറും റെഡ് വെൽവെറ്റിൻ്റെ കളറാണ് അതും. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു പാലും മിൽക്ക് മെയ്ഡും കൂടിയുള്ള ഒരു മിക്സാന്ന് തോന്നുന്നു ആ ജഗ്ഗിലുണ്ടായത്. അതും കൂടി ചേർത്ത് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. കണ്ടോ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത ഒരു മിശ്രിതമാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറിൽ ഒരു മിക്സ് ചെയ്ത് വെച്ചേക്കും. മിക്സ് ചെയ്തപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ചാണ് മിക്സ് ചെയ്ത് കേട്ടോ. അത് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതിന് ഞാനിപ്പം ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി അതിന് ശേഷം അതിന് ആ ഒരു ഇതുപോലെ ഇത് കണ്ടോ, നല്ല ചൂടായി കിടക്കുന്ന ആ ഒരു പാൻ ഉണ്ടല്ലോ, ആ പാനിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ്, വേഫിൾസിൻ്റെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ. അതിനകത്തേക്ക് ഇത് ഒഴിച്ചോട്ട് ഞാനത് തിരിച്ചിങ്ങനെ ആ ഒരു എന്താ പറയുക പാത്രം ഇങ്ങനെ തിരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അത് തിരിച്ച് വെച്ചു. ഇനി അവർ പറഞ്ഞു 3 മിനിറ്റാണ് ഇത് ഒന്ന് കുക്ക് ചെയ്യാനുള്ള ടൈം. അപ്പോൾ അതിന് വേണ്ടി 3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഞാനാണെങ്കിൽ ഈ 3 മിനിറ്റ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ, ഇത് ആവുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട്. കാരണം നമ്മളിതിൻ്റെ കറക്റ്റ് പ്രിപ്പറേഷൻ ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് അറിയാമല്ലോ ഇതെങ്ങനെയാണ്. നമുക്കൊക്കെ വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കും ഇത്, പക്ഷെ എന്നാലും ഒന്ന് കണ്ടിരിക്കാമല്ലോ. അപ്പോൾ നോക്കുമ്പോഴത്തേനും ഫാനൊക്കെ ഓണാക്കിയിട്ടേക്കുന്നു. ഭയങ്കര വ്യത്യസ്തത, എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇതിങ്ങനെ കുക്ക് ചെയ്യുന്ന ടൈമിൽ.
3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ടൈമിലെ പുള്ളി ഇങ്ങനെ പറയുമായിരുന്നു ഇവിടെ ഒരുപാട് വെറൈറ്റി വേഫിൾസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഏതാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ ന്യൂട്ടല്ലേരിയാണ് കൂടുതൽ മൂവിങ് എന്ന് പറയുന്നു. കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ന്യൂട്ടല്ലേരിയാണ്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ മൂവിങ്. അതുപോലെ ബെൽജിയം ചോക്ലേറ്റിൻ്റെ ഇതുപോലെ വേഫിൾസും നല്ല മൂവിങ് ആണ്. വേഗം പുള്ളി ഫാൻ ഓണാക്കി, അവിടെ കുഞ്ഞ് ടേബിൾ ഫാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓണാക്കി പിന്നെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് റെഡിയായി. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ കാണുന്നത് കണ്ടോ, നല്ല സെറ്റായി കേട്ടോ. നമ്മുടെ വേഫിൾസിൻ്റെ ആ ഒരു സ്ട്രക്ചർ കണ്ടോ, അതെ നല്ല ഭംഗിയായിട്ട് സെറ്റായി. ഇനി അത് എടുത്തിട്ട് അപ്പുറത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. അതിനുശേഷം നമ്മുടെ വേഫേഴ്സ് ഇങ്ങനെ സ്റ്റാൻഡിലേക്ക് മാറ്റി. സ്റ്റാൻഡ് ഉണ്ട്, അവിടെ വെച്ചേക്കോ. ഫാൻ ഇട്ടേക്ക് കൊണ്ടിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ആറണം. എന്നാൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ക്രീം ഇതിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നല്ല പോലെ ഫാൻ ഇട്ട് അതിനെ ഇങ്ങനെ വെച്ചേക്കുവാണ് ആറാനായിട്ട്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ആറാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോഴും എനിക്ക് മനസ്സിലായത് ഫാൻ അതിന് വേണ്ടിയാണല്ലോ. ഞാൻ വിചാരിച്ചപ്പോൾ മാളിൽ ഇതിൽ ഫാൻ ഇട്ട് വെച്ചേക്കണേന്ന് ഓർത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഡയറക്റ്റ്ലി ആ ഒരു കാറ്റടിച്ച് അതിൻ്റെ ചൂട്, അതിനകത്തുള്ള ചൂട് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ചൂടൊക്കെ പോയി ഒരു 3-4 മിനിറ്റ് ഫാൻ ചോട്ടി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് പാർട്സൊക്കെ ഇങ്ങോട്ട് നീങ്ങി ഷേപ്പ് ഇല്ലാണ്ടൊക്കെ വന്നില്ല. അതിനൊക്കെ കട്ട് ചെയ്ത് മാറ്റി. ഇപ്പം നല്ല ഭംഗിയുള്ള ഷേപ്പിലേക്കായി. അതിനുശേഷം അത് 2ആയിട്ട് കട്ട് ചെയ്തു. അങ്ങനെ ഒരു ഷേപ്പ് തന്നെ അങ്ങനെയാണ് 2ആയിട്ട് കട്ട് ചെയ്ത് നല്ല ഭംഗിയുള്ള 2 ഈക്വൽ പീസസ് ആക്കി മാറ്റി. അതിനുശേഷം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് മിക്സാണ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ, പറയാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ മിൽക്കി ബാറൊക്കെ ഇഷ്ടമല്ലാത്ത ആരേ ഉള്ളതല്ലേ? കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്ന എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ മിൽക്കി ബാറിൻ്റെ ടേസ്റ്റ്. അപ്പോൾ മിൽക്കി ബാറിൻ്റെ ആ ഒരു ടേസ്റ്റാണ്. കാരണം ഇത് വൈറ്റ് ചോക്ലേറ്റ് ആണല്ലോ. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് മിക്സ് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുവാണ്. അതിനുശേഷം അതിനെ നല്ലൊരു പ്ലേറ്റിലേക്ക് വെച്ച് സെറ്റ് ചെയ്തു. ഇനി അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ നല്ലൊരു സിറപ്പ് കൂടി ഒഴിച്ച് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഗാർണിഷിങ്. ഇങ്ങനെയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതാണ് റെഡ് വെൽവെറ്റിൻ്റെ വേഫിൾസ്. അടിപൊളിയാണ്, കാണാൻ നല്ല സൂപ്പർ അല്ലേ? അത് കൂടാതെ വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ചിപ്പായിട്ടും ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തു. ഞാനാണെങ്കിൽ ഞാൻ നോക്കി നിൽക്കുവാണ് കേട്ടോ. നോക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഭംഗി എങ്ങനെയുണ്ടെന്ന് അടിപൊളിയാണ്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഞാനാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയാണ് എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മറക്കണ്ട കേട്ടോ, ഇനി ഏതെങ്കിലും മാളിൽ ചെല്ലുമ്പോൾ വേഫിൾസ് ആൻഡ് ബോബയുടെ ആ ഷോപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് കണ്ടോ, ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു കറക്റ്റായിട്ട് എങ്ങനെയാണെന്നൊക്കെ. നമുക്ക് മൊബൈൽ പിടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ദേ ഒരു അടിപൊളിയായിട്ടുള്ള നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ നമ്മുടെ വേഫിൾസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എനിക്കതൊക്കെ കിട്ടി കേട്ടോ. അപ്പം നേരെ അതും കൊണ്ട് നമ്മുടെ സീറ്റിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ വേഫിൾസ്. അടിപൊളിയാണ്, നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കണം കേട്ടോ, കണ്ടല്ലോ അല്ലേ? ഞാനിത് കാണിച്ചല്ലോ എങ്ങനെ ഇരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു, കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നു തരത്തിലുള്ള അടിപൊളി വേഫേഴ്സാണെന്ന് കഴിച്ചു നോക്കൂ. എൻ്റെ വ്യൂവേഴ്സിന് തരാണ്ട് ഞാൻ കഴിക്കുമോ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി വൈറ്റ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ ശരിക്കും ഒരു മിൽക്കി ബാർ കഴിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. ആ ഒരു ടേസ്റ്റാണ് ഇതിന്. കംപ്ലീറ്റ് മിൽക്കി ബാറിൻ്റെ ആ ഒരു ടേസ്റ്റി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ കഴിച്ചു. നേരെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു ലൈക്ക്, ഷെയർ, അതുപോലെ തന്നെ വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എപ്പോഴെങ്കിലും ഇനി മാളുകളിലൊക്കെ പോകുമ്പോൾ ഈ വേഫിൾസ് ആൻഡ് ബോബയുടെ ഷോപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ്.